എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1, +2 പബ്ലിക് എക്സാം 2025 കെമിസ്ട്രി വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ്. പല വിദ്യാർത്ഥികളും കൂടുതലായി ചോദിക്കുന്നുണ്ടായിരുന്നു, കെമിസ്ട്രിയുടെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന അറിയിപ്പുകൾ വേണം. കാരണം നമ്മളിപ്പോൾ +2വിൻ്റെ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം കേട്ടതാണ്. മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളിലും മറ്റു അനവധി മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ വാർത്തകൾ കേട്ടതാണ്. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കും വിധം, അധ്യാപകരെ പോലും കുഴപ്പത്തിലാക്കും വിധം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നു, കെമിസ്ട്രിയുടെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് എന്താണ് അപ്ഡേറ്റ്? ശുഭവാർത്തയാണോ അതോ വിദ്യാർത്ഥികൾക്ക് നിരാശ നൽകുന്ന വാർത്തയാണോ? വാല്യുവേഷൻ ലിബറൽ അല്ലേ? ഈ വർഷം കൂടുതൽ പേർ തോൽക്കുമോ? പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക. കൃത്യമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1, +2 പബ്ലിക് എക്സാം 2025 കെമിസ്ട്രി വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. കാരണം നമ്മൾ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ, +2വിൻ്റെ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ നിരവധി കേട്ട അപ്ഡേറ്റുകളൊക്കെയാണ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ കേട്ട പത്രമാധ്യമങ്ങളിലും ഒട്ടനവധി വാർത്തകളിലും ഒക്കെ കേട്ടതാണ്. കെമിസ്ട്രി പരീക്ഷ അധ്യാപകരെ പോലും കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വിദ്യാർത്ഥികൾ വന്ന് കെമിസ്ട്രി എക്സാമിൻ്റെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു പ്രതികരണമൊന്നും ആയിരുന്നില്ല. അപ്പോൾ കെമിസ്ട്രി എക്സാമിൽ നിന്നും ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന വാർത്ത എന്തായാലും റിസൾട്ട് വരുമ്പോൾ അതറിയേണ്ട കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, കെമിസ്ട്രി വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് ഡബിൾ വാല്യുവേഷനാണ്. 2 അധ്യാപകർ നിങ്ങളുടെ പേപ്പർ നോക്കും. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ലിബറൽ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കെമിസ്ട്രി വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ലിബറൽ വാല്യുവേഷൻ അല്ല, സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആയിരിക്കും. കാരണം ആൻസർ കീ ഡിസ്കഷൻ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകർക്ക് നൽകിയ നിർദ്ദേശം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ കീയിൽ ഉള്ള ഉത്തരങ്ങളാണെങ്കിൽ മാത്രം മാർക്ക് നൽകിയാൽ മതി എന്നൊരു കോൺസെപ്റ്റാണ് വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന ആൻസർ കീയും ആ ആൻസർ കീയിലെ ഉത്തരങ്ങളും വിദ്യാർത്ഥി പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഉത്തരങ്ങളും തമ്മിൽ സാമ്യത ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് നൽകിയാൽ മതി എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ നിർദ്ദേശം അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങളാണ്. 2 അധ്യാപകരുടെ കയ്യിൽ കൂടെ പേപ്പർ കടന്നു പോകും. അപ്പോൾ 2 അധ്യാപകർക്കും മിക്ക കേസുകളിലും 2 തരത്തിലുള്ള മാർക്കുകളായിരിക്കും ഇടുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കോംപ്ലിക്കേറ്റ് ഇഷ്യൂ എന്തായാലും ഉണ്ടാകും. എന്തായാലും വാല്യുവേഷൻ ലിബറൽ അല്ല. കൂടുതൽ പേർ കെമിസ്ട്രിയിൽ തോൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വാല്യുവേഷൻ ലിബറൽ അല്ല എന്നാണ് ഏറ്റവും വലിയ കാരണം. സ്ട്രിക്റ്റ് വാല്യുവേഷനാണ് നടക്കുക. രണ്ടാമത്തെ കേസ് ഡബിൾ വാല്യുവേഷനാണ്. 2 പേരുടെ കയ്യിലൂടെ, 2 അധ്യാപകരുടെ കയ്യിലൂടെ നിങ്ങളുടെ പേപ്പർ കടന്നു പോകും. പിന്നെ അടുത്ത ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്താണ്? വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ നിർദ്ദേശം അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആൻസർ കീയിൽ ഉള്ള ഉത്തരങ്ങളുമായിട്ട് വിദ്യാർത്ഥി എഴുതിയ ഉത്തരങ്ങൾ സാമ്യത ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് നൽകിയാൽ മതി. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇതെന്തായാലും നിരാശ നൽകുന്ന വാർത്തയാണ്. എന്തായാലും ബാക്കിയെല്ലാം നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ പേർ തോൽക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പായ കാര്യം തന്നെയാണ്. കാരണം വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കി, ഡബിൾ വാല്യുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട്, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.